+2 നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിന്റെ കാരണം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, കരിയറിന്റെ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം. ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. ബിക്കോസ് ഈ ഒരു ടൈമിൽ +2 കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും നിങ്ങളുടെ ജീവിതത്തിന് വിലയുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുത്ത് കരിയർ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും. ഇപ്പം അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നോടത്ത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പൊതുവെ നമ്മുടെ കുട്ടികൾ +2 പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 80% ഓഫ് ദി സ്റ്റുഡൻസും ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗിലേക്ക് വരാറ്. ബാക്കി വരുന്ന 20% സ്റ്റുഡൻസ് ആണ് കൃത്യമായിട്ടുള്ള കരിയർ ഡയമെൻഷൻ ചിന്തിച്ച് ആലോചിച്ച് പ്രീ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ. അപ്പൊ നിങ്ങൾ അത് ഏതൊരു ഡിഗ്രി അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ഭാവിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ശരിയായി അറിയേണ്ട കാര്യം, ഒരു കോഴ്സ് പഠിച്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ കൊണ്ട് ഒരു കോഴ്സ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ ആവുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വേർഡ് പ്രൊഫഷണൽ കോഴ്സ്, പ്രൊഫഷണലിസം അല്ലെങ്കിൽ ടു ബിക്കം എ പ്രൊഫഷണൽ, വെറും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ഏത് കോഴ്സ് എടുക്കുന്നവരാണെങ്കിലും ആ കോഴ്സിന്റെ അറ്റ്മോസ് ലെവലിലേക്ക് എത്തി നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പാകത്തിലുള്ള പെർഫോമൻസ് സ്കില്ല്, പ്രാക്ടിക്കൽ സ്കില്ല്, പേഴ്സണാലിറ്റി, ലാംഗ്വേജ് സ്കില്ല്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടത്തില് നല്ല അക്കാഡമിക്കൽ നോളജ്. അപ്പൊ ഇങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടെ വേണം നിങ്ങൾ ഓരോരുത്തരും ഏത് കോഴ്സ് വേണം എന്ന് ആലോചിക്കാനായിട്ട്. നമ്മൾ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, വേറെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും കരിയറിൽ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു നല്ല ഡിഗ്രി ഹോൾഡർ ആവാം എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല പ്രൊഫഷണൽ ആവാൻ വേണ്ട പ്ലാനോട് കൂടെ വേണം ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട്. കാരണം ഇന്നത്തെ ട്രെൻഡില് നമ്മുടെ നാട്ടില് ഭാവിയിൽ ഒരു കമ്പനിക്ക് വേണ്ടത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള, വളരെ കപ്പാസിറ്റിയോട് കൂടെ പ്രാക്ടിക്കലി കാര്യങ്ങളെ ചിന്തിച്ച് ചെയ്യാൻ കെൽപ്പുള്ള ഒരു പ്രൊഫഷണലിനെയാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഒരു കമ്പനിയിൽ എത്തിയാലേ ആ കമ്പനിക്കും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനും ഗ്രോത്ത് ഉണ്ടായിരിക്കുള്ളൂ. സോ വെരി ബേസിക്, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കോഴ്സ് എടുക്കുമ്പോൾ അക്കാഡമിക്കൽ നോളേജിന്റെ അപ്പുറത്തേക്ക് ഒരു ഹൈ എൻഡ് ലെവൽ പ്രൊഫഷണൽ ആവാൻ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതെനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ആയിരിക്കണം, കോളേജ് ആയിരിക്കണം, സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ഇൻഫ്ലുവൻസോട് കൂടെ, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇന്ന പരിപാടിക്ക് പോകണം, ഞാനും ആ ഒരു ട്രാക്കിലേക്ക് പോവാം, ഒരു കാരണവശാലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടൊരു ഡിസിഷൻ മേക്കിംഗിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ അനന്തമായിട്ടുള്ള എല്ലാ സാധ്യതകളെ കുറിച്ചും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തി അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണോ, മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ മനസ്സിലാക്കി അത്തരത്തിലൊരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗിയായി ആസ്വദിച്ചിട്ട് വൃത്തിയായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യും. അപ്പൊ പിന്നെ നമുക്കത് മനസ്സിലാക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ കോഴ്സ് അല്ലെങ്കിൽ ആ ജോലി നമ്മളെയും ആഗ്രഹിക്കും. ഈ ഒരു കോമ്പിനേഷൻ സിങ്ക് ആയാൽ മാത്രമേ കൃത്യമായി നല്ലൊരു സ്കെയിലപ്പോട് കൂടെ നിങ്ങൾക്ക് പ്രൊഫഷണലിസം കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, പല കുട്ടികളും പല കോഴ്സിലും പോയിട്ട് അഡ്മിഷൻ എടുക്കും, ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്, ജോലിക്ക് കയറി നടപടി ആവില്ല, വേറെ ജോലി കണ്ടെത്തുന്നവരുണ്ട്. അപ്പൊ ഇത് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നിലനിന്ന് പോകണമെങ്കിൽ തുടക്കത്തിലെ ബേസ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അവിടെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങളൊരു കോഴ്സിലേക്ക് വരുമ്പോൾ ആ കോഴ്സ് പഠിക്കാൻ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈ എൻഡിൽ നിൽക്കുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ കണ്ടെത്തണം. ഇന്നത്തെ കാലത്ത് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതിപ്പോ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തി പഠിപ്പ് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് നല്ലൊരു ഗ്രാജുവേറ്റ് ആവാനുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശരിയായി ആലോചിക്കുക. ഇപ്പോ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോട് കൂടെ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതി അത്തരത്തിലൊരു സീറ്റ് സെക്യൂറൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആവുക. കാരണം അങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വളരെ വലിയ രീതിയിലുള്ള പല പ്രിവിലേജസും കിട്ടാറുമുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആദ്യ ശ്രമം എന്നുള്ളത് അതിലേക്കായിരിക്കണം. ശ്രമിക്കുന്നവർക്ക് എല്ലാം കിട്ടണമെന്നില്ല, ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളത് കംപ്ലീറ്റ്ലി അത്തരം ഒരു യൂണിവേഴ്സിറ്റിയിൽ, അത്തരം ഒരു കോളേജിൽ ഗവൺമെന്റ് എൻട്രൻസ് ടെസ്റ്റോട് കൂടെ സ്കോളർഷിപ്പോട് കൂടെ പഠിക്കുക എന്നുള്ളതായിരിക്കണം. ഇനി അതൊരു അറ്റംപ്റ്റ് നടത്തി അത് നടക്കുന്നില്ലെങ്കിൽ അതിന് തൊട്ട് താഴത്തേക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇപ്പൊ NIRF റാങ്കിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിദേശ രാജ്യത്തും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല ഗ്രേറ്റ് പ്രൊഫൈൽസ് ഉള്ള പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത്തരം യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പിടിക്കാൻ വേണ്ട കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ സെക്കൻഡ് അറ്റംപ്റ്റ്. അതും നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളൊരു മാനേജ്മെന്റ് സീറ്റ്, ഇനി അങ്ങനെ ഒരു മാനേജ്മെന്റ് സീറ്റ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊഫഷണലിസം നല്ല കൃത്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കോളേജ് ആയിരിക്കണം, യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സെലക്ഷനിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കുള്ളിലാണെങ്കിൽ AIU, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. ഇപ്പൊ നമ്മളൊരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ NACന്റെ അക്രഡിറ്റേഷൻ, NIRFന്റെ റാങ്കിങ്,
അല്ലെങ്കിൽ QS റാങ്കിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് മുന്നിൽ നിർത്തി വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടുത്തെ അക്കാഡമിക്കൽ ക്വാളിറ്റി ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇനി അക്കാഡമിക്സ് കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് കയറാൻ പ്ലേസ്മെന്റ്, അത് ഏതൊരു കോഴ്സ് ആണെങ്കിലും പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടെ റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്കത് ഭയങ്കര ഉപകാരമാണ്. നമ്മളൊക്കെ കണ്ടിട്ടില്ല, ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ട്രെയിനീസ് ആയിട്ട് ബോണ്ടൊക്കെ എഴുതി വളരെ ബുദ്ധിമുട്ടി അങ്ങനെ സിറ്റുവേഷൻസിലൂടെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അത്തരം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ചിലപ്പോൾ ഉണ്ടായി കാണില്ല, അതല്ലെങ്കിൽ അവരുടെ അക്കാഡമിക്സ് ചിലപ്പോൾ മോശമായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് അക്കാഡമിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ പ്രൊഫഷണലിസത്തിലേക്ക് എത്തിക്കാനും, അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പ്ലേസ്മെന്റ് സംവിധാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം, ഒരു കോളേജ് ആയിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു ഡിസിഷൻ മേക്കിംഗിലേക്ക് വരുമ്പോൾ ഐ എം ഷുവർ പിന്നെ നിങ്ങൾക്കൊരു റീതിങ്കിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ പ്രായം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുപാട്, ഇതെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊരു തെറ്റായ രീതിയിലേക്ക് പോവാതെ കൃത്യമായി പഠനത്തിന് മുൻനിർത്തി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം, ഇതാണ് നിങ്ങളുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ടൈം ഫ്രെയിം. ആ ടൈം ഫ്രെയിമിന്റെ റിട്ടേൺസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആയിരിക്കും ജീവിത അവസാനം വരെ നിങ്ങൾ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കാം. ഒരു പരിധി വരെ അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ടൈമിംഗ് ഭാവിയിൽ അപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ മുൻനിർത്തി അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അപ്പൊ അതിന് എപ്പോഴും ഒരു 50-50 ചാൻസസ് ആണ്. സോ ദ വെരി ബെസ്റ്റ് തിങ്, ഫൗണ്ടേഷൻ, അങ്ങോട്ടേക്കാണ് നിങ്ങൾ ഇനി കയറാൻ പോകുന്നത് ആഫ്റ്റർ ഇയർ +2. അപ്പൊ ആ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് അതിന്റെ അറ്റ്മോസ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ട പ്രിപ്പറേഷനിൽ നിൽക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാം, എന്തൊക്കെ സാധ്യതകൾ കേരളത്തിനകത്തുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്, വിശദമായിട്ട് അറിയാൻ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ NIRF റാങ്കിങ്, അതുപോലെ തന്നെ NACന്റെ അക്രഡിറ്റേഷൻ, QS റാങ്കിങ്, ഇങ്ങനെയുള്ള ക്വാളിറ്റി അസസ് ചെയ്യുന്ന എന്തൊക്കെ സിസ്റ്റം ഉണ്ടോ അതെല്ലാം എത്രത്തോളം ഈ കോളേജിനെ വാലിഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ MBBS ഒക്കെ ആണെങ്കിൽ NMC, അതുപോലെ തന്നെ BDS ഒക്കെ ആണെങ്കിൽ DCI, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇപ്പോൾ നഴ്സിംഗിനൊക്കെ ആണെങ്കിൽ INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, ഇപ്പോൾ ഡിഗ്രി കോഴ്സസ് ഒക്കെ ആണെങ്കിൽ UGC, ഇനി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനൊക്കെ ആണെങ്കിൽ AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ചില പാരാമെഡിക്കൽ കോഴ്സസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BOT പോലത്തെ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ WFOT. ഇങ്ങനെ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും കോഴ്സസിനും ഇത്തരത്തിൽ ഒരുപാട് അക്രഡിറ്റേഷൻ, ക്വാളിറ്റി അസസിങ് ബോഡീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം അംഗീകാരത്തോട് കൂടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം. +2 കഴിഞ്ഞ് നിങ്ങൾ ഏത് സ്ട്രീമും ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് ഗ്ലോബലി, കേരളം എന്ന് മാത്രമല്ല കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ എങ്ങനെയൊക്കെ കണ്ടെത്താം. നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. പണ്ടത്തെ പോലെ വളരെ ചുരുങ്ങിയ കോഴ്സസ് മാത്രമല്ല, ഇന്നത്തെ ട്രെൻഡ് സെക്ടറിൽ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. എഞ്ചിനീയറിംഗിലും പാരാമെഡിക്കലിലും അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി പ്രോഗ്രാംസിലും സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസിലും എല്ലാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്നത് ഏതാണ് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനും കംപ്ലീറ്റ് സപ്പോർട്ട്, കംപ്ലീറ്റ് അസിസ്റ്റൻസ് ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു കോഴ്സും അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതി സ്കോളർഷിപ്പോട് കൂടെ ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ വരുന്ന വർഷങ്ങളിലൊക്കെ നമ്മൾ ഏതൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിലും പെർട്ടിക്കുലർ എൻട്രൻസ് എക്സാം എലിജിബിലിറ്റി വേണ്ടി വരും. ഇപ്പോൾ മെഡിക്കൽ കോഴ്സസ് പഠിക്കാൻ എന്താണെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആവണം. ചിലപ്പോൾ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് പാരാമെഡിക്കൽ കോഴ്സസിനും നീറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളത് നിർബന്ധമായേക്കാം. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ടെസ്റ്റ്, അത് സ്റ്റേറ്റോ നാഷണലോ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ടെസ്റ്റിന്റെ എലിജിബിലിറ്റിയും കൂടെ ചിലപ്പോൾ ഒരു ക്രൈറ്റീരിയ ആയേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻനിർത്തിക്കൊണ്ട് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത്തരം എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, സീരിയസ് ആയിട്ട് കാണുക, എലിജിബിൾ ആവാനുള്ള സ്കോറിലേക്കുള്ള പ്രിപ്പറേഷനെങ്കിലും മിനിമം എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എവ്രിവൺ. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്യോർ മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ അത്തരം എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ട പ്രിപ്പറേഷൻസും നടത്തുക.